നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസ് ഒത്തുതീർപ്പാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രമിച്ചെന്ന് KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ. പരാതിക്കാരിൽ ഒരാളായ അജയ് ജുവൽ കുര്യാക്കോസിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. കേസ് എഴുതിത്തള്ളിയ വിവരം അജയ് പാർട്ടിയിൽ നിന്ന് ബോധപൂർവ്വം മറച്ചുവെച്ചെന്ന് A ഷുക്കൂർ. ആഗസ്റ്റ് മാസത്തിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുമ്പോഴും ഇത്തരം ആളുകൾ ഞങ്ങളോട് ഇനിയിപ്പോൾ എന്നോട് പറയാതിരുന്നതായിരിക്കാം, പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ പല ആളുകൾക്കും അറിയില്ല. അതാണ് സത്യം. ബോധപൂർവം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അത് ഗൗരവമായി തന്നെ ഞങ്ങളെല്ലാം എടുക്കുന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേർന്നു. മനീഷ്, കൂടുതൽ വിശദാംശങ്ങൾ. SKN കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ നേരിട്ട് പൊതുനിരത്തിലിറങ്ങി 2 യുവ നേതാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിൽ മൊത്തം വലിയ ചർച്ചാ വിഷയമായതാണ്. ഇത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ഒരു വലിയ വജ്രായുധം കൂടിയായിരുന്നു ഭരണപക്ഷത്തെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ ആ കേസ് കൈകാര്യം ചെയ്തത് നല്ല രീതിയിലല്ല എന്ന ആരോപണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചയാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുണ്ടാകുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള റെഫറൻസ് റിപ്പോർട്ട് അന്വേഷണ സംഘമായിട്ടുള്ള ക്രൈംബ്രാഞ്ച് DYSP അത് കോടതിയിൽ സമർപ്പിച്ചത്. അതിൻ്റെ ഒരു കോപ്പി ഈ കേസിലെ പരാതിക്കാരൻ കൂടിയായിട്ടുള്ള അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അജയ് ജുവൽ കുര്യാക്കോസിന് നൽകിയിരുന്നു. അജയ് ജുവൽ കുര്യാക്കോസ് ആ മർദ്ദനത്തിനിരയായ ആളാണ്. പക്ഷേ ഈ ഓഗസ്റ്റ് മാസം ഈ റെഫറൻസ് റിപ്പോർട്ടിൻ്റെ കോപ്പി കയ്യിൽ കിട്ടിയിട്ടും, അതായത് ഈ അന്വേഷണ സംഘം ഈ പ്രതികളായിട്ടുള്ള അനിൽ കല്ലിയൂരിനെയും സന്ദീപിനെയും രക്ഷിക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്ന വിവരം അറിഞ്ഞിട്ടും 1 മാസം കഴിഞ്ഞും ഇത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചില്ല. തന്നോട് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വാദി കൂടിയായിട്ടുള്ള മർദ്ദനത്തിനിരയായിട്ടുള്ള KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിൽ നിന്ന് പോലും ഇത് മറച്ചുവെച്ചു. പാർട്ടി അഭിഭാഷകരിൽ നിന്ന് പോലും മറച്ചുവെച്ചു. പ്രത്യേകിച്ചും ഈ കേസിനെ പറ്റിയും ഒപ്പം തന്നെ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ലവണ്ണം അറിയാവുന്ന ആളാണ് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അജയ് ജുവൽ കുര്യാക്കോസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് ആരോപണമാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്നത്. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അജയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്ന ആരോപണമുണ്ട്. തങ്ങൾക്ക് വലിയ രീതിയിൽ ഈ കേസ് കൊണ്ടുവരികയാണെങ്കിൽ അത് പാർട്ടിക്കെതിരെ, CPIM-നെതിരെ, പോലീസിനെതിരെ, സർക്കാരിനെതിരെയൊക്കെ തന്നെ വലിയൊരു ആയുധമായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു കേസിനെ ഈ രീതിയിൽ എങ്ങനെ ആക്കി എന്നതിൽ വലിയ ചർച്ചയുണ്ട്. ഈ വിഷയവുമായി സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് കൂടി KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ പറയുന്നുണ്ട്. ഇന്ന് KC വേണുഗോപാൽ ആലപ്പുഴയിലുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധ പരിപാടികൾ, അതായത് ഈ ഗൺമാന്മാരെ വെറുതെ വിടാനുള്ള പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികളടക്കം ഇന്ന് സംഘടിപ്പിക്കും. KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് പല പ്രമുഖ നേതാക്കളടക്കം ഈ കേസിൽ റെഫറൻസ് റിപ്പോർട്ട്, ഈ ഗൺമാനെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഒരു റെഫറൻസ് റിപ്പോർട്ട് നൽകി വിവരം പോലും അറിയുന്നത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ മാത്രമാണ്. അജയ് ജുവൽ കുര്യാക്കോസിൻ്റെ കയ്യിൽ 1 മാസം മുമ്പേ ആ റെഫറൻസ് റിപ്പോർട്ട് ഇരുന്നിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന ചോദ്യമാണ് ഉയർന്നത്. എന്താണെങ്കിൽ ഇന്ന് KC വേണുഗോപാൽ അടക്കമുള്ള ഉന്നത നേതാക്കൾ ആലപ്പുഴയിലുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഭാവി പരിപാടികളെ സംബന്ധിച്ചും ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസ് മനഃപൂർവ്വമായത് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്വേഷണമോ അച്ചടക്ക നടപടിയോ അജയ്ക്കെതിരെ ഉണ്ടായേക്കും. SKN. ഓക്കെ, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു.